ഷാർജയിൽ കുഞ്ഞുമായി തൂങ്ങി മരിച്ച വിഭജികയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തിങ്കളാഴ്ച പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ്. ഭർത്തൃപീഡനമാണ് മരണത്തിന് കാരണം. ഭർത്തൃപിതാവ് മോശമായി പെരുമാറി. ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അച്ഛന് വേണ്ടി കൂടിയാണ് താൻ വിവാഹം കഴിച്ചതെന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൈക്കലാക്കി. ഇപ്പോൾ ആ ഭർത്താവ് പറയുന്ന കുഞ്ഞിനെ അവിടെ തന്നെ സംസ്കരിക്കാം, വിഭജികയുടെ മൃതദേഹം മാത്രം നാട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരുപാട് നിരന്തര പീഡനം ഉണ്ടായിരുന്നു. കുട്ടിനെ കൊന്നുകളയുന്ന ഒരവസ്ഥ ഉണ്ടായില്ലേ? ആ ശിക്ഷ എന്ന് പറഞ്ഞത് ഭീകരമായിരിക്കും. അയാളെ സംബന്ധിച്ച് അയാൾക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത നിലയിലുള്ള ശിക്ഷ അയാൾക്ക് കിട്ടും. അച്ഛനും കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൽ വർക്കിന് മാത്രമായിട്ടാണ് ആ സ്ത്രീനെ കണ്ടത് എന്നുള്ളതാണ്. സ്ത്രീധനം കൂടുതൽ വാങ്ങിക്കുകയും കൂടുതൽ കൊടുക്കുകയും ചെയ്യുന്ന സംവിധാനം തന്നെയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലി കോടതികളിൽ ധാരാളം കേസുകളാണ് വരുന്നത്. മദ്യവും സെക്സും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട്. മദ്യപിച്ച് വരുന്ന ഈ ആളുകളെ സംബന്ധിച്ച് സെക്ഷൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ അവർക്ക് ഓപ്പോസിറ്റ് സെക്സിനെ തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കഴിവ് കുറവായിരിക്കും. അച്ഛൻ്റെ കാര്യം അയാൾ പറഞ്ഞു. നാളെ അയാളുടെ സുഹൃത്തുക്കളോടും അങ്ങനെയുള്ള ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നീ കിടന്നു കൊടുക്കണം എന്ന് പറയുന്നൊരവസ്ഥ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ജീവിക്കണം. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്നത് എന്താ? കുട്ടിനെ സെക്ഷലി ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിൻ്റെ അനിയൻ. ഷോക്കോസിന് പകരം ഇയാൾക്കെതിരെ പരാതി കൊടുത്ത് പിന്നെ ഇയാൾ ജയിലിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.